കഴിഞ്ഞ ദിവസമേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ സംഭവം ഞാനത് എൻ്റെ മകള് എങ്ങാനും എപ്പോഴെങ്കിലും കാണുമല്ലോ, ഇത് എനിക്കിങ്ങനൊരു ചാനലുണ്ടെന്നോ അങ്ങനെയൊക്കെ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കറിയായിരിക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ അവളെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ഞാനിങ്ങനെ പറഞ്ഞിട്ടെന്നേ ഉള്ളൂ. അതിനകത്തല്ലാതെ മറ്റൊരാളെ ഇപ്പോൾ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമെന്നോ എന്നൊന്നും ഞാൻ കരുതിയില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പലർക്കും കണ്ടപ്പോൾ ഭയങ്കര ഫീലിങ്സ്, സങ്കടം ഒക്കെ തോന്നിയെന്ന് പറഞ്ഞു. അത് എന്താ കാര്യമെന്ന് വെച്ചാൽ അതങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കുഞ്ഞിനെ കാണാൻ പോയിട്ടില്ല, 7 വർഷമായി പോയിട്ടില്ല എന്നാണ് നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ, അതായത് ഇതൊക്കെ തുടക്കം തൊട്ടേ ഉള്ളൊരു കാര്യമാണ്, ഇങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ. അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഇതെല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കതൊരു വിഷമം ഉള്ളിൽ, അല്ലെങ്കിൽ നമുക്കൊരു നാണക്കേട് പോലെയൊക്കെ തോന്നില്ലേ, അങ്ങനെയൊക്കെ ഒരു ഫീല് മനസ്സിൽ തോന്നുന്നു. എല്ലാം ഒന്നും അങ്ങനെ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇതുപോലെ ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിലും ഇതിലുമൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ മകൾ എങ്ങാനും വരുന്നെങ്കിൽ കാണാലോ, അല്ലെങ്കിൽ അവൾ അതിങ്ങനെ ഇടയ്ക്ക് കേട്ടോ, എപ്പോഴും അങ്ങ് എനിക്ക് വിഷമം വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള മറ്റ് പല കുഞ്ഞുങ്ങളും അച്ഛന്മാരും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോ കുസൃതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലയോ. കാര്യം ലാളിക്കാൻ പറ്റിയില്ല. ഒരു 6-8 മാസം വരെ മറ്റോ ആണ് ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ തങ്ങളെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവരിടപെട്ട സമയങ്ങളിലാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ഉണ്ടായത്. പിന്നെ അവർക്കൊരു ആഗ്രഹമുണ്ട്, അവരെ കുറ്റം പറയുന്നില്ല, അത് ഓരോരുത്തരും ചിന്തിക്കുന്നതല്ലയോ. ഇപ്പം ഞാൻ ചിലപ്പോൾ പലതും ചിന്തിക്കുമായിരിക്കാം, അതേപോലെ ഇപ്പോൾ അവരും ചിന്തിച്ചിരുന്നു. അവരുടെ മകളെ കല്യാണം കഴിച്ച ആൾ അവർക്കൊപ്പം അവരുടെ നാട്ടിൽ അവരുടെ കൂടെ ചെന്ന് നിൽക്കുക എന്നുള്ളതും, പിന്നെ കുറച്ച് ഒക്കെ കേൾക്കാറുണ്ട് ഞാൻ പലയിടത്തും. പല പെൺകൊച്ചുങ്ങളും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും ഒന്നും അടുപ്പിക്കുന്നതും ഒന്നും വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1-2 മാസത്തിനകത്താണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എന്നോട് ചോദിച്ചൊരു കാര്യം, നീ മരിച്ചു പോയാൽ ഇവരെങ്ങനെ ജീവിക്കും, അങ്ങനെ ചോദിച്ചു. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ആയപ്പോൾ ഞാനും അങ്ങോട്ട് വഴക്കൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ, അവരുമായിട്ട്. വൈഫുമായിട്ടല്ല, വൈഫിൻ്റെ വീട്ടുകാരുമായിട്ട്. വൈഫുമായിട്ട് അങ്ങനെ വഴക്ക് കൂടിയിട്ടില്ല, കാരണം വൈഫ് എന്നോട് അങ്ങനെ ഒന്നും പറയാൻ വന്നിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെയാണ് ഓരോന്നിരുന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാമൊക്കെ പറയാതിരുന്ന ഒരുപാടുണ്ട്. പറഞ്ഞ് അത് നിങ്ങളെ കേൾപ്പിച്ചിട്ട് എനിക്ക് എനിക്കതിലൊരു താല്പര്യമില്ല എല്ലാം ഒന്നും പറയാൻ. പിന്നെ നിങ്ങളെ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയിരുന്നത് കൊണ്ട് മാത്രം ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നത്, ഇതെന്താ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചാൽ നമ്മളെങ്ങനെ ഇത് പറയുന്നത്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെ ഇത് പുറത്തോട്ടോ അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ഇരുന്ന് പറയുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ വിചാരിച്ചു, കാരണം ഇപ്പോൾ 1-2 കാര്യങ്ങളിങ്ങനെ വേറെ പലരും, അതായത് അവരുടെയൊക്കെ കുറച്ചകന്ന ബന്ധുക്കളും അല്ലെങ്കിൽ നമ്മുടെ അകന്ന ബന്ധുക്കളും ഒക്കെ ഞാനെന്തോ കൊടിയ പാപം ചെയ്തിട്ടാണ് അവൾ പോയതെന്ന രീതി. കാരണം എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാനൊന്നും പറയാറില്ല, ഞാൻ പറയും ആയിക്കോട്ടെ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോകാറേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആവുമല്ലോ. പിന്നെ ഇതിനെ ചൊല്ലി ഇനി അങ്ങോട്ടും എനിക്ക് അധികം സംസാരിക്കാനും ഒന്നിനും വലിയ താല്പര്യമില്ല. കാരണം ഞാനിത് ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ ശാരീരികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കുറച്ചുകൂടെ എനിക്ക് സമാധാനമായിട്ടൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞാനൊരു മിസ്റ്റർ പെർഫെക്റ്റ് ആണ്, ഒരു ക്ലീൻ ബോയ് അല്ലെങ്കിൽ ഒരു ക്ലീൻ മാൻ, അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് ഭയങ്കര ഗുണങ്ങൾ കൂടിയ ഒരാൾ, അങ്ങനെ യാതൊരു കാര്യമില്ല കേട്ടോ. ഞാനൊരു സാധാരണ മനുഷ്യൻ കാണിക്കാവുന്ന കുരുത്തക്കിടക്കെ കാണിക്കുന്ന ഒരാളും ഒക്കെ തന്നെയാണ്, കോമൺ മാൻ, അത്രയേ ഉള്ളൂ.
പക്ഷേ ഇതെന്തൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് എൻ്റെ പേഴ്സണൽ ക്യാരക്ടർ വരെ ഞാൻ കുറേ മാറ്റം വരുത്തിയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് എടുത്ത് പറഞ്ഞുകൊണ്ട് കിടക്കാൻ പറ്റും. എടീ നിനക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് കിടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമുക്ക് എന്നിട്ടും ഇങ്ങനൊരു ഇത് വന്നപ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ മനുഷ്യർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു സാധനം, അങ്ങനത്തെ വിഷമങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത് ചോദിച്ചതുപോലെ അവർ അന്ന് ചോദിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ ഇവളെ ഗൾഫിലോട്ട് കൊണ്ടുവരാൻ നേരം ഇവർ 2 ദിവസം മുന്നേ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ ഗൾഫിലോട്ട് ദുബായിലോട്ട് പോവുകയാണ്. അവൾക്ക് ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തു. പാസ്പോർട്ട് അവൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡിയായി. വിസയും കാര്യങ്ങളെല്ലാം വന്നു. 2 ദിവസത്തിന് മുന്നേ അവരുടെ വീട്ടിൽ ചെന്ന്, കുറേ നാൾ മുമ്പേ അവരുടെ അടുത്ത് പറഞ്ഞതാണ്. എന്നാലും 2 ദിവസം മുമ്പ് നമ്മൾ പോകുന്ന കാര്യം പോയി പറയണമല്ലോ. അങ്ങനെ പോയി അവിടെ പറഞ്ഞു. അത് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ മോശമാണ്, ഇതെല്ലാം മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നതിൻ്റെ അന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇവരൊരു ഓട്ടോയിൽ ഈ സാധനങ്ങളെല്ലാം എടുത്തും കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചിട്ട് അപ്പട്ടെ കിടന്ന് അമ്പൊഴുക്കം വായി വരുന്ന എന്തൊക്കെയോ അങ്ങ് പറയുക. ഞാൻ അന്നേരം വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുവാ ഈ പ്രശ്നം, ഇതിൻ്റെ കാരണം എന്തുവാ, ഒരു റീസൺ വേണ്ടേ ഈ ബഹളം വെക്കുന്നതിനും? അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം, പറ നിങ്ങൾ. വിഷയമൊന്നും പറയാനില്ല. അവർ പറയുക എൻ്റെ മോളെ വിടാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ മോളെ വിടാൻ പറ്റത്തില്ലെന്നോ, എന്താ പ്രശ്നം, പറ, വിടാൻ പറ്റത്തിൻ്റെ കാര്യം. അപ്പം ഞാൻ അവളടുത്ത് ചോദിച്ചു, എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ, നീ എന്നോടൊന്നും പറഞ്ഞില്ല, നീ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം പറ, വരുന്നില്ലെങ്കിൽ ഇപ്പം പറയണം, ഞാൻ പോവുക, എനിക്ക് പോകാനുള്ളതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാനും വരുവാന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. ഞങ്ങളെന്ത് ചെയ്തു, അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഞങ്ങൾ നേരെ അവരന്നിട്ട് തന്നെ ഈ ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കും അവരങ്ങ് പോയി. അപ്പോഴും തന്നെ അവർ പോയി. എന്നിട്ട് ഞാനും ഇവളും നേരെ എയർപോർട്ടിൽ പോയി. ഞങ്ങൾ നേരെ ദുബായിക്ക് പോന്നു. 3 മാസം 4 മാസം കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ നാട്ടിലൊക്കെ പോയി. നാട്ടിൽ ചെന്നിട്ട് ഞാൻ വീണ്ടും നാട്ടിൽ ചെന്ന സമയത്ത് ഇവക്കുള്ള അച്ഛനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, അന്ന് പുള്ളിക്കാരിയുടെ അച്ഛനുണ്ട് കേട്ടോ. അച്ഛനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അന്ന് ഞങ്ങൾ പോകാൻ നേരം ഈ ബഹളം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? അത് എന്ത് കാര്യത്തിനാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചവിടെ കൊണ്ടുവന്ന് ഇടുകയൊക്കെ ചെയ്തു? ഇതിൻ്റെയൊക്കെ എന്താ ഉണ്ടായ പ്രശ്നം എന്തുവാന്ന് ചോദിച്ചു. അന്ന് പുള്ളിക്കാരൻ പറയുക, അത് ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഇവിടെ വന്നിരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കും, അത് കേട്ടും കൊണ്ട് ഇറങ്ങി വന്നേ. ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നത്? സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തന്നെ നാണക്കേടാ പറയാൻ, എന്നാലും പറയാം. അതായത് നമ്മൾ വൈഫിനെയും കൊണ്ടൊക്കെ ദുബായിലോട്ട് വരുന്നത്, വൈഫിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അറബിക്ക് കൊടുക്കുമെന്ന്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയുക. അപ്പോൾ അത്തരം ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അവരാരും സ്വഭാവ ദൂഷ്യമുള്ളവരല്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് ചിന്താഗതികൾ വളരെ എന്താന്ന് പറയേണ്ടത് എനിക്കറിയത്തില്ല. അന്ന് ഞാൻ വെറുത്തു പോയി സത്യം പറഞ്ഞാൽ. ഇവരോടൊക്കെ സംസാരിക്കാൻ തന്നെ എനിക്കൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത്ര എന്തുവാ അത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ കാണുന്നവർക്കോ. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനൊരു കാര്യമാണ് പറഞ്ഞത്. ഞാനങ്ങ് വല്ലാതായിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛനും അമ്മയും കാണുന്നത് എനിക്ക് തോന്നുന്നു 2-3 മാസം, ജനിച്ച് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. ജനിച്ചിട്ട് ഇവർ കാണാൻ സമ്മതിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അമ്മയെ അകത്തോട്ട് കയറാൻ സമ്മതിച്ചില്ല. കുഞ്ഞിനെ നോക്കാനായിട്ട് സമ്മതിച്ചില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ വിളിച്ച് ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു. മടുത്തു, ജീവിതം തന്നെ മടുത്തു, ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കാരണം ചോദിച്ചില്ല. കാരണം ഞാൻ ഇന്നും ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം എൻ്റെ മോള് ജനിച്ചിട്ട് അവർ മോശം ആൾക്കാരൊന്നല്ല. അവരുടെ കുറച്ച് എന്താ പറയുക ചിന്താഗതികളുടെ പ്രശ്നമാണ്. അതായത്
ന്യൂസ് കാര്യങ്ങളൊക്കെ കാണും ഈ വാർത്ത. പിന്നെ ഈ പെണ്ണുങ്ങൾ വന്നിരുന്ന് പറയുന്ന കൊതിന്നുണയും പറയുന്നതിരുന്ന് കേൾക്കുകയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു ഇതാണ് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ പുറമേ നടക്കുന്ന, ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഏതോ ആരോ എന്തോ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്കുള്ള ഉള്ളിൽ എൻ്റെ മോളെ ഇനി എന്തെങ്കിലും ആ ഒരു തോട്ട്, അങ്ങനത്തെ ഒരു തോട്ടാണ് അവർക്ക് പോകുന്നത്. അതിന് ഞാൻ ഒരു ഉദാഹരണം എങ്ങനെ പറഞ്ഞു തരിക, ഒത്തിരി ഉണ്ട് അതിൽ. 1-2 പേര് അവരങ്ങനെ ചിന്തിച്ചിട്ടാണ് അവർ ഈ ഒരു ഭയം. അതാ എനിക്ക് എൻ്റെ വൈഫിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യം, അവൾക്കുള്ള ഒരു കുറവ് പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അവരാരും മോശക്കാരല്ല, ഞാൻ എപ്പോഴും പറയാം, നല്ല ഡീസൻ്റ് ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഇനി എന്താ പറയേണ്ട, സ്വഭാവമല്ല, അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതിയെന്നോ എങ്ങനെ പറയേണ്ടത് എനിക്ക് അറിയത്തില്ലത്. അതായത് ഇപ്പോൾ എന്നോട് ചെയ്ത, അല്ലെങ്കിൽ എന്നോട് കാട്ടിക്കൂട്ടിയ, അല്ലെങ്കിൽ എന്നോട് അവർക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വൈഫിന് അവരുടെ അമ്മ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, അവൾക്കൊരു കാര്യശേഷി കുറവുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് എപ്പോഴോ ഒരു സമയത്ത് അവരിങ്ങനെ പറഞ്ഞു, എൻ്റെ മോക്കൊരു ചെറിയ കാര്യശേഷി കുറവുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ആക്ച്വലി ഇതൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ കാര്യം. ഞാനിത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്തുവാന്ന്, അതൊരു കാര്യം. പിന്നെ അതുപോലെ ഈ വീഡിയോ ആയാലും എൻ്റെ മകൾ കാണുവാണെങ്കിലും അവൾക്കും ഒരു പക്ഷേ അത് വ്യക്തമാക്കാൻ പറ്റുമായിരിക്കാം, അറിയാൻ പറ്റുമായിരിക്കാം എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് അവരടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അത് തന്നെ എനിക്ക് വ്യക്തമാക്കാനൊന്നും പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ വീട്ടിൽ വരുന്നവരും ബന്ധുക്കളൊക്കെ വന്നാലും ഒക്കെ കാണുമ്പോഴും മിണ്ടുമ്പോഴും ഒക്കെ എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, നിങ്ങളൊരു കൗൺസിലിങ്ങിന് നല്ലതാ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ആൾ ബ്രില്യൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് അവളെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നേ. ഞാൻ ആരുടെ അടുത്തും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പരാതിയൊക്കെ മറ്റുള്ളവരാണ് വന്ന് പറയുന്നത്. പിന്നെ അവളെ അമ്മയും തന്നെ ഇങ്ങനെ പറഞ്ഞത്. ഞാനൊരു ഇപ്പോൾ എനിക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ കൂടെ പെരുമാറുക, അല്ലെങ്കിൽ സഹകരിക്കുക, അല്ലെങ്കിൽ വിളിക്കുക, മോളെ എന്ന് വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനൊരു സംശയമൊക്കെയാണ് അവരുടെ അമ്മയ്ക്ക്. അപ്പോൾ ഈ അമ്മ ആണ് മെയിനായിട്ടും അവർ, ഇപ്പോഴും ഞാൻ പറയണം, അവർ മോശം ആളുകളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇങ്ങനത്തെ ഉള്ള ചില ചിന്താഗതികൾ കൊണ്ട് അവർ മോളെ അങ്ങനെ ഒരു വിഷയമൊന്നും ഉണ്ടാകണ്ട, വെറുതെ അങ്ങോട്ട് ഇരിക്കുമ്പം 2 ആഴ്ച കൂടുമ്പം അവളെ വിളിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുക, ഞാൻ കൊണ്ടാക്കും. അപ്പോൾ എൻ്റെ വീട്ടിലായാലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ എപ്പോഴും അങ്ങനെ പോകുന്നത് ശരിയുള്ള കാര്യമല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, ഇത് പട്ടിക്കുഞ്ഞും കോഴിക്കുഞ്ഞും ഒന്നും അല്ലല്ലോ കൂട്ടിലിട്ട് അടച്ചിടുന്ന കണക്ക് വീട്ടിലിട്ടേക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. അവൾക്ക് പോകണം, അവളെ വീട്ടിൽ അവളെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ലേ പോകുന്നത്, പോട്ടെ ഞാൻ കൊണ്ടാക്കാം, ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും അവൾക്ക് വരണമെന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടാക്കും. എൻ്റെ അടുത്ത് അവസാനം നാട്ടുകാർ വരെ പറയാൻ തുടങ്ങി. കാരണം ഇതിൽ മാസത്തിലൊരു 3 വട്ടമൊക്കെ ഇങ്ങനെ പോവുക, കൊണ്ടാക്കുക, ആഴ്ചകൾ കഴിയുമ്പോൾ തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ അത് എപ്പോഴും ആൾക്കാർ കാണുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലവർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, മോനെ ഇത് ഇങ്ങനെ പോകാൻ അനുവദിക്കുന്നത് ശരിയുള്ള കാര്യമല്ല, കാരണം നാളെ അത് പ്രശ്നമാവും. അപ്പം ഞാനും അവരുടെ അടുത്തും പറഞ്ഞ് ഇതേ ഡയലോഗ് എൻ്റെ വീട്ടിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അന്നേ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞാൽ ആ നാട്ടിൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരമായി. കാരണം 7ാം മാസം ഞങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് 7ാം മാസം ഗർഭിണിയായി 7ാം മാസം ഒരു പൊങ്കാല നടത്തും. അപ്പോൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ അവളെ വീട്ടിൽ തന്നെയാണ്. ഞാൻ എല്ലാ ദിവസവും പോയി കാണുകയും മരുന്നിന് ഈ ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ അത് കൊണ്ടുപോയി ഞാൻ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ആൾക്ക് ലാസ്റ്റൊക്കെ ആയപ്പോൾ കുറച്ച് ഇൻസുലിനൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാനാ പോയി ഇൻസുലിനൊക്കെ എടുത്തു കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും രാവിലെ അവരുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ച് ജോലിക്ക് പോയിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ 7ാം മാസമായപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് തലേ ദിവസമെങ്കിലും എന്നാണോ പൊങ്കാല ഇടുന്നത് അതിൻ്റെ തലേ ദിവസം വീട്ടിലോട്ട് പോവാ, എന്നിട്ട് പൊങ്കാല ഇട്ടിട്ട് നീ തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോ, കുഴപ്പമില്ല, ഞാൻ തന്നെ കൊണ്ടാക്കാം. അപ്പോൾ അവർക്കൊരു വാശി അവർ വന്നില്ല. പിന്നെ അവരവിടെ തന്നെ അവരുടെ വീട്ടിൽ അത് ചെയ്യുവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അത് വരണ്ട, നീ വരുന്നെങ്കിൽ വന്നാൽ മതി എന്ന രീതിയിലൊരു ഡയലോഗ് അടിച്ചപ്പോൾ
അതെനിക്ക് ദഹിച്ചില്ല കേട്ടോ, എനിക്ക് തീരെ ദഹിച്ചില്ല. ഞാൻ പറഞ്ഞു ആ പരിപാടി നടക്കത്തില്ല, നിങ്ങൾ എന്ത് വെച്ചാൽ ആയിക്കോ. ഞാനും അതിനെത്തില്ല, ഞാനും അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അതെൻ്റെ തെറ്റാണെങ്കിൽ അത് ഞാനത് കാണുന്നില്ല അങ്ങനെ. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ സഹോദരി ഉൾപ്പെടുത്താൻ പറ്റാത്ത, അതും എനിക്ക് ജനിച്ച എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന്, എനിക്ക് ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അവർ വേറെ എന്തെങ്കിലും എന്നെ എന്തോ വേണമെങ്കിലും പറയുകയോ എടുക്കുകയോ എന്തോ വെച്ചാൽ ആയിക്കോ, അത് പ്രശ്നമില്ല. പക്ഷെ അതിന് എൻ്റെ വീട്ടുകാരെയൊക്കെ പറയുന്നതിലോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇവർ ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 2 മാസത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതുപോലെ അച്ഛനും അമ്മയൊക്കെ ഇനി നോക്കാൻ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പെങ്ങളുടെ കാര്യങ്ങൾക്കോ ആയിട്ടൊന്നും നീ നടക്കരുത്, നിൻ്റെ പൈസയൊക്കെ അങ്ങനെ ചിലവാകും. ഒരു പൈസ എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആയിരുന്നു അവർക്ക്. എന്ന് വെച്ചിട്ട് അത് വേണമില്ല കേട്ടോ, അത് പിടിച്ചുപറിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മോൾക്ക് വേണ്ടി ഞാൻ കൂട്ടിക്ക് വെക്കുക, മോളും മകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഫാമിലി സെറ്റ് ആവണം എന്നുള്ളൊരു ചിന്താഗതിയേ ഉള്ളൂ. അത് തെറ്റൊന്നുമല്ല, തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പുമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി, അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു ഇഷ്യൂസ് ഇല്ല. പിന്നെ കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ കാണിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ കാണിച്ചത് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നറിയോ? ഞങ്ങൾ കോട്ടയത്ത് എനിക്കൊരു സർവീസ് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലാപ്പിൻ്റെ. അപ്പോൾ അതൊരു ഫ്ലാറ്റായിരുന്നു. ഫ്ലാറ്റിൻ്റെ റൂമിലാണ് ഞാനിത് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റാണ്, എനിക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം, എൻ്റെ സർവീസ് നടത്താം. അപ്പോൾ ഞാനങ്ങനെ ഇവളെ എന്ത് ചെയ്തു, ഇവരെ വീട്ടിൽ തന്നെ നിർത്തിയാൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് അകന്നകന്ന് പോകത്തേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ അവളെയും വിളിച്ച് കൊച്ചിനെയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരാനാണല്ലോ ഇവർക്ക് ബുദ്ധിമുട്ട്, അതായത് എൻ്റെ അച്ഛനമ്മയും ഉള്ളിടത്ത് വരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ വേണ്ട, അവിടെ പോയി നിൽക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിന്ന് വലിയ കുഴപ്പമൊന്നുമില്ല പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം ഒന്നും കഴിക്കുന്നില്ല പുള്ളിക്കാരി. ഞാൻ ചോദിച്ചു എന്താടി കഴിക്കാത്ത, എന്താ ആഹാരം? അതെനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകും, അതിന് നീ ആഹാരം കഴിക്കാതിരിക്കുന്ന കാര്യം എന്തോ? കാര്യം കുഞ്ഞുണ്ട്, പൊടിക്കുഞ്ഞാണ്, 4-5 മാസം പ്രായമുള്ള, 5-6 മാസം ആ ഒരു സമയം, എനിക്ക് കറക്റ്റ് അതങ്ങോട്ട് ഓർമ്മയില്ല എത്ര നാളെന്ന്. അപ്പോൾ ആ ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കാര്യം എൻ്റെ മോള് അത്യാവശ്യം നല്ലപോലെ ഈ പുട്ടൊക്കെ പഴമൊക്കെ നല്ലപോലെ ഞെവിടിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ നല്ലപോലെ കഴിക്കും, അത്യാവശ്യം കഴിക്കും അവൾ. ഞാൻ അന്ന് ഓക്കെ അത് വിട്. അപ്പോൾ അവളിങ്ങനെ ഈ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരു ഇച്ചിരി വാശിയും ദേഷ്യവും കൂടുതലാണ്. എന്നേ ഉള്ളൂ കേട്ടോ, കുഞ്ഞുങ്ങളെ കണക്കാണ്. അപ്പോൾ ഞാനും അങ്ങ് വിട്ടു, പോട്ടെ നീ എന്തുവാ ചെയ്യുന്നത്. അങ്ങനെ എനിക്കങ്ങ് ദേഷ്യം വന്നു കേട്ടോ. കാര്യം കുഞ്ഞിനൊന്നും കൊടുക്കുന്നില്ല, എനിക്ക് അതങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു നീ എന്തുവാടി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒച്ച കൂടിയപ്പോൾ എൻ്റെ മോള് വല്ലാതെ ഇങ്ങനെ നോക്കി. അപ്പോഴേ ഞാനങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞ അമ്പറ്റിയെ ഒന്നുമില്ലടാന്ന് പറഞ്ഞ് ഞാൻ മോളെ അവളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി പുട്ടുണ്ട്, നമ്മുടെ അരിപ്പുട്ട് മാവ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അരിപ്പുട്ട് ഞാൻ ഉണ്ടാക്കി, അതിലൊരു ഈ ചിരട്ടപ്പുട്ട് പോലൊരു സാധനത്തി ഉണ്ടാക്കുമല്ലോ, മറ്റേ കുറ്റിയല്ല, ചിരട്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിത് ഉണ്ടാക്കി അതിൽ നിന്ന് ഞാൻ മോക്ക് ഇത് ഇങ്ങനെ നല്ലപോലെ ഞെവിടി ഇതൊക്കെ ചേർത്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ എനിക്കെപ്പോഴാണ് മനസ്സിൽ അതിന് വാതുറന്ന് പറയാൻ അറിയത്തില്ലല്ലോ ആ ഒരു ഇതിൽ. അപ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. നല്ലപോലെ അങ്ങ് കഴിച്ചു. ഇത് കഴിച്ചിട്ട് എനിക്കങ്ങ് സങ്കടവും വരുന്നു കേട്ടോ, എന്താ പറയണമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അത് കഴിച്ചോളൂ. അത് കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു നീ ഇങ്ങനെയൊന്നും വാശി കാണിക്കരുത്, കുഞ്ഞിന് കൊടുക്ക് എന്തേലും. അന്നേരം എന്തോ ഈ കൊറോണ സമയമോ മറ്റോ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്കൊരു ഓർമ്മയില്ല. കാരണം അന്ന് പൊതുവെ വണ്ടിയൊന്നും ഓടുന്നില്ല, അങ്ങനെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്യാം. അപ്പോൾ അന്ന് എൻ്റെ ബുള്ളറ്റേ ഉള്ളൂ, ബൈക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാറില്ല. അപ്പം ഇവരെങ്ങനെ കാറിലല്ലേ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറിലാണ് കൊണ്ടുവന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു കാറെടുത്ത് ഞാനും മോളും അവളെയും കൂടെ ഞാൻ നേരെ അവരെ വീട്ടിൽ കൊണ്ടാക്കി. അന്നേരം അവൾ പറഞ്ഞു ഒരു 5 ദിവസം കഴിയുമ്പം വരാം, വിളിക്കാൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് ജോലിയുണ്ടേ, അപ്പോൾ അങ്ങനെ ഞാൻ പോയി. 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു, ഇവർ അങ്ങ് ദേഷ്യമാണ്, സംസാരം മയമായിട്ടല്ല, ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അപ്പം
അപ്പോൾ അങ്ങനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ എനിക്കും അങ്ങൊരു നമുക്ക് സംസാരിക്കാനൊരു ഇഷ്ടം തോന്നുന്നുണ്ടായോ. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് നാളെ പിറ്റേ ദിവസം വിളിച്ചിട്ട് വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ വരുന്നുണ്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടോ വിളിക്കാൻ. അപ്പോൾ അല്ല ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാം. ശരി, ആ കുറച്ച് ദിവസം എന്നുള്ളതും പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ അങ്ങ് പിന്നെ ഭയങ്കര ദേഷ്യമാണ്, വരുന്നില്ല, കർശനമായിട്ടൊക്കെ അങ്ങ് പറയാം ഞാൻ വരുന്നില്ല. അങ്ങനെ പറയുന്നു. ഇതൊക്കെ എന്തുവാ ഇതിനൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവരുടെയൊക്കെ പ്രശ്നം ഭാര്യ ഭർത്താവ്, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നതാണോ അവരുടെ പ്രശ്നം? അതോ എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ജോലി നിർത്തി ഇവളുമായിട്ട് ആ 3 മാസമോ 4 മാസമോ ഇവിടെ വന്ന് നിന്നിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ഇവരെ ഒറ്റയ്ക്ക് അവിടെ നിർത്തി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ജോലി, നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലി കളഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് നിന്നത്. പക്ഷേ അവിടെ ചെന്ന് നിന്ന് ഓരോ ജോലിയൊക്കെ തുടങ്ങി, ബിസിനസ് നോക്കി, അങ്ങനെയൊക്കെ നോക്കി, എല്ലാം പൊളിഞ്ഞു പോയി. എന്നാലും ഞാൻ അവിടെ ചെന്ന് നിന്നു. പക്ഷെ എനിക്ക് ഇതാ അനുഭവം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്, ഇതേ ഉള്ളൂ, അല്ലാതൊരു വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വഴക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാനും അവരുടെ അമ്മയൊക്കെ ആയിട്ട് നല്ലപോലെ വഴക്ക് കൂടി ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പെങ്ങൾ, എൻ്റെ അമ്മ അങ്ങനെയൊക്കെ കണക്ട് ചെയ്താണ് ഇവർ വായി വരുന്നവരെന്നൊക്കെ പറയുന്നത്. വിളിക്കുമ്പോഴൊക്കെ പിന്നെ ഇവർക്കൊരു അമ്മൂമ്മ തള്ളയുണ്ട്. എൻ്റെ അമ്മീ ഒറ്റ തള്ള സഹിക്കത്തില്ല. ഇവളെ അച്ഛനെ പോലും അവിടെ ഇരുന്ന് ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ സത്യം ഇതൊന്നും മറ്റാർക്കും അറിയില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ വിചാരിക്കും ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ എന്താ പറയാൻ, അല്ലെങ്കിൽ എന്തിനാ പിന്നെ ഇങ്ങനെ, ആ ഒരു ചിന്തയല്ലേ വരൂ വീട്ടുകാർക്ക്. പിന്നെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ കോമഡിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇങ്ങനെ വഴക്ക് കൂടിയൊക്കെ നിന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വരുന്നില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് ബഹളം വയ്ക്കും ഇവർ. ഒന്നാമത് പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങൾ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കും. ഈ ബഹളം വയ്ക്കുമ്പോൾ അപ്പുറം ഇപ്പുറം ഉള്ളവർ നോക്കുമ്പം എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ അന്നേരം അധികം ഇരിക്കത്തില്ല അവിടെ, ഞാനിങ്ങ് ഇറങ്ങിപ്പോരും. അപ്പോൾ ഈ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യം കേട്ടോ. ഞാനിത് തള്ളുവാണെന്ന് ആരും വിചാരിക്കണ്ട, പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി പറയുവാണെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഇപ്പോൾ കൊച്ചിനെ പ്രസവിച്ച് കിടന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് ഇവർക്ക് എന്നോട് ദേഷ്യം തോന്നാനുള്ള കാര്യം എന്താണെന്നറിയോ? അവിടെ നാട്ടുകാർ, അതായത് അത് SIT ആണ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ അവിടെ ഒരു വാർഡിലാണ് കിടക്കുന്നത്. അപ്പോൾ കൂടെ വേറെ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പം പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്, എനിക്ക് കൃത്യം അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഇവർ ചെയ്യുന്നത് റോങ് ആണെന്ന് തോന്നുന്നു, ആയിരിക്കണം, എനിക്കറിയത്തില്ല അവിടെ എന്താ നടന്നതെന്ന്. ഞാൻ ഫുഡുമായിട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ ആ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോളം ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആ 2 ആഴ്ച ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ താഴെ തന്നെ ഇരുന്നത്, ഞാൻ അങ്ങ് പോയില്ല. കാരണം മേളിൽ പോയി അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, വിസിറ്ററിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിസിറ്റർ സമയത്ത് ഞാൻ കയറി പോകുമ്പോഴും ഈ അവിടെ അപ്പുറം ഉള്ളവരെന്തൊക്കെയോ ഇവരെ പറയുന്നുണ്ട്, എന്തോ കുറ്റം, ഇവരുടെ കുറ്റം എന്തെങ്കിലും കണ്ടാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. പിന്നെ ആ മനുഷ്യനെ ഇവർക്ക് കണ്ടുകൂടാ. അത് അവരുടെ ഫാമിലി മൊത്തത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെ എന്തോ കുറ്റം കണ്ടത് അപ്പുറമുള്ള ഈ പ്രായമായ അമ്മമാരൊക്കെ കാണുമല്ലോ, അവരിരുന്ന് എന്തോ പറഞ്ഞു. ഇതെനിക്കറിയത്തില്ല. ഞാൻ ഫുഡും കൊണ്ട് കയറി ചെല്ലുമ്പോൾ ഇവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതെന്തപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാത്ത, ഫുഡ് മേടിക്കണ്ടേ ഇവർ. ഞാനങ്ങനെ വെളിയിൽ തന്നെ നിന്ന്. കാര്യം അതൊരു ഇതാണ്, ഒരു 10 പേരോളം 10-15 എനിക്കറിയില്ല എത്ര ബെഡ് കിടപ്പുണ്ട്. അപ്പോൾ വേറെ പെണ്ണുങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കങ്ങ് ഇടിച്ച് കയറി അകത്ത് കയറി ചെല്ലുന്ന മോശമാണ്. അപ്പോൾ ഞാൻ വെളിയിൽ തന്നെ നിൽക്കുക. ഇവർ തിരിഞ്ഞു നോക്കി, ഇവർ വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഫുഡ് കൊടുക്കാം എന്ന് കരുതി. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് തൊട്ടടുത്ത ബെഡിൽ 2-3 പെണ്ണുങ്ങൾ, കൂടുതലും അവിടെ പെണ്ണുങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ. ആണുങ്ങളെ ഞാൻ കണ്ടതേ ഇല്ല. അങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ വരുന്നതും ഒന്നും ആണുങ്ങളെ കണ്ടില്ല, പെണ്ണുങ്ങളാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് മോനെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞേ ഇത് ഫുഡങ്ങ് കൊടുക്കാനായിട്ടായിരുന്നേ. അപ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറയുന്നത്, ഇവളുമാർ നീ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കുന്നില്ല, ഇവിടെ കഴിക്കാതിരിക്കുവാണ്, ഇതെന്തുവാ ഇവളുമാർ കാണിക്കുന്നത്, ഒരു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുമില്ലയോ, അതിന് വേണ്ട രീതിയിൽ ഓരോന്ന് ചെയ്യണ്ടേ, ഇതൊന്നും ഞങ്ങൾ പറയുന്നതിന് ഇവളുമാർ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ച് പെണ്ണുങ്ങളല്ലയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയുന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് വിട്ട്. എന്നിട്ട് ഇവർ ഫുഡ് മേടിച്ച്, എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച അമ്മ അവിടെ നിന്നുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് കൊച്ചിനെ എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവന്നു തന്നപ്പോൾ എൻ്റെ അടുത്ത് ആ വെളിയിലുള്ള ഒരു അമ്മ, അവിടെ മറ്റൊരു സ്ത്രീയുടെ കൂടെ വന്ന അമ്മ,
ആ അമ്മ എൻ്റെ അടുത്ത് പറയും, കുഞ്ഞിനെ നീ ആ വെയിലത്ത് കുറച്ച് നേരം, രാവിലെയാണ് 10 മണി സമയമാണ്, അപ്പോൾ അവിടെ കുറച്ച് നേരം ആ വാരാന്തയിൽ കുഞ്ഞിനെ കൊണ്ട് നടക്കാൻ പറഞ്ഞു. കാര്യം ഇവളുമാർ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവർ കേൾക്കുകയാണ് എന്നോട് പറയുന്നത്. അത് ഞാൻ അറിഞ്ഞതിന് അവർക്ക് എന്നോട് ദേഷ്യം. ഇതിപ്പോൾ ആ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലും എൻ്റെ അടുത്ത് ദേഷ്യം, ആരെന്ത് കാട്ടിയാലും ഇതെല്ലാം എൻ്റെ അടുത്താണ് ദേഷ്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ ഒട്ടുമിക്ക അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകൾക്കറിയാം ഈ ഇഷ്യൂസ്. കാരണം അങ്ങനെ അങ്ങ് പ്രശ്നമായിരുന്നു അവിടെ. അവസാനം ഡോക്ടർ വരെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഈ ഇവക്കുള്ള അമ്മയ്ക്ക് അവിടെ നിന്നിട്ട് പനിയൊക്കെ വന്ന്, കൊച്ചുങ്ങൾ മറ്റുള്ളതൊക്കെ ഉള്ളതല്ലയോ, പറഞ്ഞാൽ കേൾക്കില്ല. എൻ്റെ അമ്മ അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് ഇറങ്ങത്തില്ല. എന്ത് ചെയ്യും? അങ്ങനെ പനിയൊക്കെ വന്നത് കാരണം ഡോക്ടർ വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്ന് സാറേ, ഇത് പറഞ്ഞാൽ കേൾക്കുന്ന പ്രകൃതമല്ല, പിന്നെ ഞാൻ പറഞ്ഞാൽ ഒട്ടും കേൾക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല നമുക്ക്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതൊക്കെ അറിയാവുന്നവർ. എനിക്ക് അവരൊന്നും അറിയത്തില്ല പേഴ്സണലി, അവരൊക്കെ അവിടെ ജനിച്ച് വളർന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മ ഏകദേശം 2 ദിവസം താഴെ നിന്ന്, ഒരു ദിവസമെങ്കിലും ഇവർ അകത്ത് കയറാൻ സമ്മതിക്കണ്ടേ? ഇവർ മാറിയാലേ ഒരാൾക്ക് കയറാൻ പറ്റും. അവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ, SITയിൽ ഒരാൾക്കേ അവിടെ നിൽക്കാൻ പറ്റും, അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ അത് മാറിയില്ല. അങ്ങനെ എൻ്റെ അമ്മ 2 ദിവസം അവിടെ നിന്നിട്ട് അങ്ങ് പോയി. കുഞ്ഞിനെ കാണാനൊന്നും പറ്റിയില്ല, പോയി. അതൊക്കെ നമ്മളങ്ങ് വിട്ടു, പോട്ടെ, കുഴപ്പമില്ലയെന്ന് കരുതി. പിന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയമായപ്പോൾ, അത് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ അന്ന് വരെ എല്ലാ കാര്യത്തിനും ഞാൻ വേണമായിരുന്നു. ഡിസ്ചാർജിൻ്റെ ദിവസം തലേ ദിവസം എൻ്റെ അടുത്ത് പറയുക, ഇനി നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെന്ന്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതിനിടയ്ക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും ഇവരുടെ അമ്മ സംസാരിക്കുന്നെങ്കിൽ വഴക്കൊക്കെ ആയിട്ടുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ അവരെ നേരിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ഒരു വട്ടം വന്നപ്പോൾ, അവളുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, അമ്മയുടെ അടുത്തല്ല, അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മ ഈ കാണിക്കുന്നത് വെറും വൃത്തികെട്ട പരിപാടിയാണ്, മര്യാദയ്ക്ക് അവരുടെ അടുത്ത് വീട്ടിൽ പോകാൻ പറ, താഴെ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് ഇവിടെ നിർത്തിക്കൊള്ളാം, ഈ പനിയൊക്കെ വെച്ചുകൊണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. അവർക്കൊരു ശത്രുവായി മാറും നമ്മൾ. ഇത്ര പറഞ്ഞാൽ നമ്മൾ അവരുടെ ബദ്ധ ശത്രുവാണ്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു മനസ്സിലാവുമെന്ന്. നിങ്ങൾ മാത്രമല്ല, എൻ്റെ മകൾ ഇത് കാണുന്നെങ്കിൽ, അവൾക്ക് അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ അവളോട് അവരാരും എന്തായാലും ഇതൊന്നും പറയത്തില്ല. അപ്പോൾ അവർ കാണുന്നെങ്കിൽ, അവൾ എന്തെങ്കിലും ഇത് കാണുന്നെങ്കിൽ, ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മോളെന്തെങ്കിലും ഇത് കാണുന്നെങ്കിൽ എന്നെ പറയുക. എവിടെയാണെങ്കിലും ഞാൻ വേണമെങ്കിൽ ഞാൻ വരും, അതല്ലെങ്കിൽ മോള് വരിക, സംസാരിക്കാം, എന്താ നടന്നത് എല്ലാം അറിയണം. കാരണം ഒരു സൈഡ് മാത്രമാണ് മോളിപ്പോൾ കേൾക്കുന്നത്. എൻ്റെ സൈഡ് ആരും കേൾക്കാനില്ല, ആരും കേൾക്കത്തുമില്ല. ആണുങ്ങളുടെ സൈഡ് ആരും ചോദ്യം ചെയ്ത് എന്താ കഥയെന്ന് ചോദിക്കാൻ ആരും വരത്തില്ല. അതങ്ങനെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നു, മോളെ കാണാൻ കേസ് കൊടുത്തുവിടുന്നു. ഈ കേസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഒന്ന് രണ്ടല്ല, എനിക്ക് തോന്നുന്നു 3-4 വക്കീലന്മാരെ കണ്ടതാണ്. ഈ കാണുമ്പോഴെല്ലാം വക്കീലന്മാർ പറയുന്ന കാര്യം, അവർ കുറേ കഥ പറഞ്ഞു തരും, അതേ അവിടെ പറയാവൂ എന്നതാണ് അവരുടെ ഡയലോഗ്. ഞാൻ പറഞ്ഞു, സത്യമായി നടന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അതല്ലാത്ത കഥകൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഭാഗം വിജയിക്കത്തില്ല, അല്ലെങ്കിൽ ജയിക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇത് വിജയിക്കാനും തോക്കാനും ഒന്നുമില്ല, സത്യസന്ധമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അത്രേ ഉള്ളൂ. അത് കോടതി ഇപ്പം എന്ന് പറയുമ്പോൾ, അപ്പോൾ അവർ പറയുന്നത്, വക്കീലന്മാർ പറയുന്നത്, കോടതിയിൽ വേണ്ടത് നമ്മൾ ജയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ന്യായീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര കാര്യങ്ങൾ വേണം, അതിന് നമ്മൾ ചിലപ്പോൾ കള്ളമൊക്കെ പറയണം. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ വേറൊരു റീസണും കൂടെ ഉണ്ട്. ഞാനിത് ഒരു ദിവസം എന്തോ വിളിച്ചപ്പോൾ ഇനി വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഫോണൊക്കെ ഉപേക്ഷിച്ചു. എൻ്റെ കോള് ഞാൻ നിരന്തരം വിളിക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഒരു പരിഹാരം അവർ നിൽക്കുന്നില്ല. അപ്പോൾ അവരുടെ ധാരണ ഞാൻ ഇവളെ എങ്ങാനും കൊന്നു തിന്നുമെന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഈ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. അവൾക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അതുപോലെ എനിക്കും ഉണ്ടാവാം. അതിപ്പോൾ എനിക്കില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നവരാണ്. ഞാൻ ഈ പോരായ്മയ്ക്ക് പരാതിയും കൊണ്ട് എങ്ങും ചെന്നിട്ടില്ല. ഞാൻ അവരോട് പരാതി പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടുകാരോടോ ആരെടുത്തോ ഒന്നും ഒരു കാര്യവും ഞാൻ പറയാൻ പോയിട്ടില്ല. ഞാൻ സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കുഞ്ഞിനെ പോലെ, കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അവർക്കൊരു ഉൾഭയമാണ്. ഈ ഉൾഭയം കൊണ്ടാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അത് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നവരെ നമ്മളെങ്ങനെയാണ് പറഞ്ഞ് തിരുത്തുന്നത്? അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട്
എന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്നു. എന്താ ഇനിയെന്ന് അറിയത്തില്ല ഫ്യൂച്ചർ. പിന്നെ നിയമപരമായിട്ട് ഞാൻ പറഞ്ഞു, ഡിവോഴ്സ് ചെയ്താൽ നിനക്ക് നിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം, അതങ്ങനെ പോവാം. അത് നിയമപരമായി കോടതി പോകണം. അപ്പോൾ നിങ്ങളത് കൊണ്ട് കേസ് കൊടുക്കുക. ഇതൊരു കേസാക്കുക. അങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്യേണ്ടത്. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞാൻ അവരോട് ഇത് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കിത് മുമ്പോട്ട് തുടരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് ഡിവോഴ്സ് മേടിക്കുക. അപ്പോൾ അവർ കോടതി പോകത്തില്ല. കോടതി വന്നിട്ടുള്ള ഡിവോഴ്സ് അവർക്ക് വേണ്ട. ഞാൻ പിന്നെ എവിടെ പോയി കൊടുക്കും ഈ ഡിവോഴ്സ്? എനിക്കറിയത്തില്ല. അവർക്ക് ഡിവോഴ്സ് മതിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനത് എവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം? ഈ കോടതി പോയല്ലേ ഡിവോഴ്സ് മേടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ്. അല്ലാതെ ഇനി ഞാൻ വല്ല വെള്ള പേപ്പറിൽ ഐ ഡിവോഴ്സ്ഡ് യു എന്നും പറഞ്ഞ് എഴുതി കൊടുത്താൽ മതിയോ എന്ന് എനിക്കറിയത്തില്ല. അവരെന്ത് ഇത്തരം ഒരുമാതിരി ഒരു തീരെ ബോധമില്ലായ്മയാണോ ഇവരുടെ? അതോ ഒന്നാമത്തെ കാര്യം, എൻ്റെ വൈഫാണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം ഈ ഒരു 2-3 പെണ്ണുങ്ങളും റിലേറ്റ് ചെയ്ത് സംസാരം, ഇവരുടെ ഒരു 2 കുഞ്ഞന്മാരുണ്ട്. ഇങ്ങനെ ഇത്ര പേരുമായിട്ടുള്ള സംസാരമേ ഉള്ളൂ. പുറം ലോകമായിട്ട് ഇവർക്കൊരു ബന്ധമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു രീതിയിലാണ് വളർന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നമാണിതെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. പിന്നെ അത് നമുക്കത് നേരെയാക്കാൻ പറ്റില്ല. അതിൽ ഒരു കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഭേദം. ഞാൻ അവരെ റീസെൻ്റ്ലി, ഞാൻ ഈ ദുബായിക്ക് വരുന്നതിന് മുന്നേയും ആ കുഞ്ഞമ്മയെ വിളിച്ചതാണ്. കാരണം എൻ്റെ വൈഫിനെയോ എൻ്റെ വൈഫിൻ്റെ അമ്മയോ ഒന്നും വിളിക്കാൻ അവരുടെ നമ്പർ എൻ്റെ ഇല്ല. അവർ നമ്പറെല്ലാം മാറ്റി. അപ്പോൾ ഞാൻ കുഞ്ഞമ്മയുടെ നമ്പറുണ്ട്. ദൈവഭാഗ്യത്തിന് അവരിതുവരെ അത് മാറ്റിയിട്ടില്ല. അപ്പോൾ അവരെ ഞാൻ വിളിച്ചിട്ട് ഇതുപോലെ ചോദിച്ചു, എനിക്ക് മോളെ ഒന്ന് കാണണം, അവരോടൊന്ന് ചോദിക്ക്, എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, എവിടെയെങ്കിലും പുറത്താണെങ്കിലും ശരി എന്ന് വന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് പറയാം. കണ്ണൻ ഇതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണന് അവരുടെ നമ്പറോ അല്ലെങ്കിൽ അവരെവിടെ താമസിക്കുന്നതെന്നോ പറഞ്ഞു പോലും കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. വളരെ ഞാൻ പറഞ്ഞു സന്തോഷം, ശരി നിങ്ങൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ വിളിച്ചു. അല്ല, അവരല്ല, ഞാൻ തന്നെ വിളിച്ചത്. ഞാൻ തന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു. കാരണം അവരിങ്ങോട്ട് വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തായി ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാനോ കാണിക്കാനോ, കൊച്ചിനെ കാണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കാണാനോ ഒന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ടേ. ഞങ്ങൾ 2000 എന്നാ വർഷം എനിക്ക് ഓർമ്മയൊന്നുമില്ല, കുഞ്ഞാവുന്നതിന് മുന്നെയാണ് വീട് വേണം, എനിക്ക് വീടില്ലായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. കല്യാണം കഴിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ, കല്യാണം കഴിക്കുന്ന സമയം വരെയും വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, എൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന്, ഞങ്ങൾ ചിന്നക്കട ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് വസ്തു മേടിക്കുമെന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ക്ലോക്ക് ടവറിൻ്റെ അവിടെ എങ്ങനെയാണ് വസ്തു മേടിക്കാൻ പറ്റുന്നത് എനിക്കിതുവരെ മനസ്സിലായില്ല. അഥവാ പറഞ്ഞെങ്കിൽ തന്നെ അവരത് വിശ്വസിച്ചെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീട് വാങ്ങുന്നതിനായിരുന്നു പിന്നെ കുറേ ശല്യം, അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇതൊക്കെ കടമെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. എന്തെങ്കിലും ഒരു കാരണത്താൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് ലോൺ അടയ്ക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആരും കേട്ടില്ല. എല്ലാവർക്കും അങ്ങ് ബഹളം. അങ്ങനെ പുള്ളിക്കാരിയുടെ കുറച്ച് ഗോൾഡും എൻ്റെ കുറച്ച് ഗോൾഡും ഇങ്ങനെ എല്ലാം കൂടെ ഒക്കെ ചേർത്ത് ഞങ്ങൾ കൊടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 ലക്ഷം രൂപയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 7 ലക്ഷം രൂപ. അങ്ങനെ എല്ലാം കൂടെ ഒരു 7 ലക്ഷം രൂപ അന്ന് എടുത്തിട്ട്, പ്ലസ് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നതും കൂടെ എടുത്തിട്ട് ഞങ്ങൾ ലോണ് 25 ലക്ഷം രൂപ ലോണും കൂടെ ചേർത്ത് ഒരു വീട് മേടിച്ച്. എൻ്റെ ദൈവമേ, ആ വീട് മേടിച്ചത് കൊട്ടിയത്താണ്. ആ കൊട്ടിയത്തുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം, ആ അയൽവാസികൾക്കൊക്കെ അറിയാം ഈ വിഷയങ്ങളല്ല. കാരണം ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ ബഹളങ്ങളൊക്കെ. അപ്പോൾ ഈ വീട് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിന് മുന്നേയും പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോവും. ഈ വീട് മേടിച്ച് കഴിഞ്ഞിട്ടും അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, സ്വാഭാവികം. എൻ്റെ പെങ്ങളുണ്ട് കേട്ടോ, കാരണം ഹസ്ബൻഡ് ഗൾഫിലാണ്. പെങ്ങൾ അവിടെ അടുത്ത് കുണ്ടറ ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പെങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പെങ്ങൾ അവിടെ നിൽക്കുന്നതാണ് വിഷയം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? പെങ്ങൾ പറഞ്ഞ് ഞാൻ മാറാടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പെങ്ങളും എൻ്റെ അച്ഛനെയും അമ്മയും കൂടെ കാരണം അച്ഛനും അമ്മയും പറഞ്ഞ് ഞങ്ങളും അങ്ങോട്ട് മാറാം, മൊത്തത്തിൽ പ്രശ്നമാണ്, അപ്പോൾ നീ അങ്ങോട്ട് നില്ല്, നീയും അവളും നിൽക്കി എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളും കൂടെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടേക്ക് മാറി. എന്നിട്ടും ഇവൾ വരത്തില്ല. എന്തോ ചെയ്യും? ഞാൻ വിളിച്ചു പറഞ്ഞടേ ഇത് മാറി, അവരും ഇവിടെ നിന്ന് മാറി, ഇനിയെങ്കിലും വാ. അപ്പോൾ ഉടനെ നീ നാടകം കളിക്കുക, അവളങ്ങ് വരുമ്പോൾ അവരങ്ങ് വരുമെന്ന്. എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, ഇത് ഒരുമിച്ച് ജീവിക്കാൻ ഇവർക്ക് താല്പര്യമില്ല, കൂട്ടത്തോടെ ജീവിക്കാൻ താല്പര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാനെന്തോ കൊന്നു കളയണോ? എൻ്റെ പെങ്ങളെയും കൊന്നു കളയണോ? പെങ്ങളൊക്കെ ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ അവർ മാറി, വീട് മാറി. അവർ അക്സെപ്റ്റബിൾ അല്ല. അവരുടെ മൈൻഡിൽ
ഇതിപ്പോൾ ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പെങ്ങളും എല്ലാവരും കൂടി ഇങ്ങ് വരും എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഭാര്യ ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം ഇങ്ങ് വന്ന് വീണ്ടും ഇവിടെ വരുമെന്ന്. അവസാനം ഇവർ വരുന്നില്ല, ഈ പേരും പറഞ്ഞ് അവിടെ നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ താമസിക്കാൻ ആരുമില്ല, ഞാൻ മാത്രമായിട്ട് അവിടെ പോയി എനിക്ക് പറ്റത്തില്ല ഒറ്റയ്ക്ക് ഇരിക്കാനും, അല്ലെങ്കിൽ ആരും മിണ്ടായില്ലാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനങ്ങനെ എന്ത് ചെയ്തു, പെങ്ങൾ വാടകയ്ക്ക് വീടെടുത്തെടുത്തോട്ട് ഞാനും പോയി വീട് അവിടെ അടച്ചിട്ടേക്കുക. ഇതവസാനം ജലന്തിയോല പിടിച്ച് കിടക്കുന്ന കണ്ട് അപ്പുറത്തെ ഞങ്ങൾക്ക് വീട് തന്ന ആൾ തന്നെ, വീടും വസ്തുവും കൂടെ പണി തീർത്തൊരു വീട്, പുതിയ വീടാണ് മേടിച്ചത്. അപ്പോൾ അയാൾ തന്നെ വെച്ച് ഇത് ഇവിടെ ഇങ്ങനെ അടച്ചിട്ടേക്കുവാണോ, മൊത്തം എന്താ ജലന്തിയോലയൊക്കെ പിടിച്ച് കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അതൊക്കെ വൃത്തിയാക്കി ഇട്ട് അങ്ങനെയൊക്കെ നിന്ന്. ഇവർ വരുന്നില്ല, ഒരു രക്ഷയിലും വരുന്നില്ല. അവസാനം ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ എനിക്ക് നല്ല ലോസായി. എനിക്ക് ഇങ്ങനെ വലിയ ലാഭമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ എന്തുവായാലും ലോണല്ലയോ, മാസം 25,000-30,000 അങ്ങോട്ടൊക്കെ അടവായിരുന്നു. അത് കുറേ മുടങ്ങിയപ്പോൾ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാതായി. ഞാനങ്ങനെ ആ വീട് വിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആരോടെയൊക്കെ ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ് അതെന്തായാലും കച്ചവടമായി. കച്ചവടം ആകുമ്പോൾ അന്ന് വസ്തുവിനെങ്ങാണ്ട് വിലക്കുറവിയോ അതോ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ കയ്യിൽ നിന്ന് 3 ലക്ഷം കൂടെ ഇടണം. അങ്ങനെ ആ 3 ലക്ഷം കൂടെ അതെൻ്റെ പെങ്ങൾ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. കാരണം ആ സമയം എൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ട് ഞാൻ ടൈറ്റായിരുന്നു. മീൻസ് നമ്മളാ ചെയ്യുന്ന ജോലി പ്രോപ്പറായിട്ടൊന്നും നടന്നില്ല, ബിസിനസ്സൊക്കെ നല്ലത് നടക്കാത്തതുകൊണ്ട് കയ്യിൽ നിന്നുള്ള എല്ലാ പൈസ എല്ലാം പോയി, കുറേ ലോണും കാര്യങ്ങളൊക്കെ അങ്ങ് ആയിപ്പോയി, ആകെ അങ്ങ് പെട്ടുപോയി. അപ്പോൾ അങ്ങനെ ആ ഒരു 3 ലക്ഷം എൻ്റെ പെങ്ങളാണ് തന്നത്. പെങ്ങൾ തന്ന ആ പൈസയും കൂടെ ചേർത്ത് ഞാൻ ഈ ലോണും ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ അവരെ ഇടയ്ക്ക് അതിന് ശേഷവും എനിക്ക് തോന്നുന്നു ഞാൻ അവരെ പോയി കണ്ടിട്ടുണ്ട്. പോയി കാണുമ്പോൾ എങ്ങനെ വഴക്കും ബഹളമൊക്കെ തന്നെ എപ്പോഴും. നീ വീട് വിറ്റ സ്ഥിതിക്ക് വീട് ഇനി അവരുടെ വീട്ടിൻ്റെ അടുത്ത് മേടിക്കുക, അച്ഛനും അമ്മയൊന്നും പറ്റത്തില്ല, ഞാനും അവളും മാത്രം. അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അച്ഛന് വയ്യാതായി. അച്ഛൻ എൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചതേ. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഞങ്ങളെ ആരെയും നോക്കണ്ട, അവരുടെ ഒപ്പം നീ പൊയ്ക്കോ, ചേച്ചി നോക്കിക്കോളും, ഞങ്ങളെ നോക്കാൻ നിൽക്കണ്ട, നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു 1-2 മിനിറ്റ് കണ്ടേ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ. അറ്റാക്കായിരുന്നു. അങ്ങനെ മരിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 1-2 വർഷം മുന്നെയാണ് എൻ്റെ വൈഫിൻ്റെ അച്ഛനും മരിക്കുന്നത്. അപ്പോൾ വൈഫിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കി ഞാനവിടെ എൻ്റെ കുടുംബം അടക്കം എല്ലാവരും 16-ൻ്റെ അന്ന് വരെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. നേരെ മറിച്ച് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവരിങ്ങോട്ട് വരാതെ ഇരിക്കുവാണ് അന്ന് കേട്ടോ. അച്ഛൻ മരിച്ച കാര്യം അവരെ വിളിച്ചറിയിച്ചപ്പോൾ എനിക്കന്ന് മോളുണ്ട്. മോളെ കൊണ്ടും വന്നില്ല. കാരണം എല്ലാ ബന്ധുക്കളും വന്നു. എൻ്റെ ബന്ധുക്കൾ 1-2 പേരൊക്കെ അവരെ വിളിച്ച് പറഞ്ഞു. എന്നിട്ടും അവരാരും വന്നതേ ഇല്ല കേട്ടോ. അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം വിഷമം ഉണ്ടാക്കിയൊരു വാശി ഉണ്ടാക്കി, ദേഷ്യവും ഒക്കെ എനിക്കുണ്ടാക്കി. അന്ന് എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തതാ, ഇനി ഇത് വേണ്ട, എൻ്റെ ആവശ്യമില്ല. കാരണം എന്ത് ശത്രുക്കളാണെങ്കിലും ശരി തന്നെ, ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അതും അകന്ന ആരും അല്ലല്ലോ. ഒരു സാമാന്യ മര്യാദ ഉണ്ടൊന്ന് വന്ന് ജസ്റ്റ് വന്നിട്ടങ്ങ് പോയാൽ മതി. ആരും അവിടെ നിൽക്കുമോ അവിടെ സെറ്റിലാവണമെന്നോ ഒന്നും പറയുന്നില്ല അല്ലേ. അതുപോലും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതിലേറെ ഒരുപാടുണ്ട് കാര്യങ്ങൾ. പിന്നെ പോട്ടെ, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന് പറയില്ല. ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തിരിച്ച് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവളുടെ അടുത്തല്ല, എൻ്റെ വൈഫിൻ്റെ അടുത്തല്ല, വൈഫിൻ്റെ അമ്മ, അവരായിരുന്നു അന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഫോൺ വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ഞാനും തിരിച്ച് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യാത്തതായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും. പിന്നൊരു കാര്യം, ഇപ്പോൾ ഞാനീ പറഞ്ഞത് എൻ്റെ മോൾ ഈ വീഡിയോ എന്തെങ്കിലും കാണുന്നെന്നുണ്ടെങ്കിൽ അവൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരാളെ മാത്രം വിളിച്ചിരുത്തി ഇത് ചോദിക്കരുത്. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ തന്നെ, അതായത് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. ഞാൻ
ചെലവിന് കൊടുത്തിട്ടില്ല, അതുള്ള കാര്യമാണ്. അതായത് ഇവർ ഈ പറയുന്ന എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനൊരു ചെലവിനും കൊടുത്തിട്ടില്ല. അതുവരെ ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി, എന്തെങ്കിലുമല്ല കാര്യമായിട്ട് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ ചെലവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അന്നും അവരുടെ അടുത്തും ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് ജീവിക്കുവാണെങ്കിൽ ഞാൻ നോക്കും, ചെലവിന് കൊടുക്കും. അല്ലാതെ എവിടെയെങ്കിലും പോയി നിന്ന് എൻ്റെ ഭാഗത്തു നിന്ന് റീസൺ ഇല്ലാതെ എവിടെയെങ്കിലും പോയി നിന്നിട്ട്, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഞാൻ ഇനി അത് നോക്കണം ഇത് നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കത്തില്ല. എൻ്റെ കൂടെ വാ. ഞാൻ ഒരു രീതിയിൽ നിങ്ങളെ ടോർച്ചർ ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങൾ തെളിയിക്കണം. ഇവർ തന്നെ ഞാൻ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ചിലവിന് തരുന്നു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും തരാം. ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, വിളിക്കില്ല, നിങ്ങൾ എൻ്റെ അടുത്തും വരണ്ട, ചിലവിന് തരാം. പക്ഷെ അതല്ലാത്ത പക്ഷം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളിടത്തോളം കാലം ചിലവ് എന്ന് പറയുന്നത് അത് എൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ പൊന്നുപോലെ നോക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കിയിട്ടുള്ളതും, ഇല്ലെന്നൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം കേട്ടോ, ഈ ചിലവിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത്. അതിനകത്ത് എനിക്കൊന്നുമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് ഒരാണിനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഒരു വൃത്തികെട്ട പരിപാടി വേറെ ഇല്ല. ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നാലും ആ കുഞ്ഞ് വളരും. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ മരിച്ചു പോയാൽ അവർ ജീവിക്കണ്ടേന്ന്. അതേപോലെ അമ്മ മരിച്ചു പോയാലും കുഞ്ഞ് ജീവിക്കും, അച്ഛൻ്റെ കൂടെ ജീവിച്ചോളും, ഒരു കുഴപ്പമില്ല, എനിക്കറിയാൻ നോക്കാൻ. മര്യാദക്ക് വളരും, നല്ല പോലെ വളരും, വളർത്താനും പറ്റും. അങ്ങനെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നൊന്നും ആരും വാദിക്കാൻ വരണ്ട, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരായാലും വാദിക്കാൻ വരണ്ട, അതൊക്കെ പറ്റുന്ന കാര്യമാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ഇത്രയാണ് നടന്നതല്ലേ, എല്ലാം പറഞ്ഞ് ഒരുമാതിരി എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാം പറഞ്ഞു. ഇതെല്ലാം അലമ്പാണ്, ഇതൊന്നും പറയാൻ പാടില്ലാത്തയാ, എനിക്കറിയാം. ഇതൊന്നും നിവർത്തിയില്ല കേട്ടോ. കാരണം ഒന്ന്, നിങ്ങളെല്ലാവരും ഇപ്പം ഞാൻ എന്തുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ പോയില്ല കാണാൻ പോയില്ല എന്നുള്ള ചോദ്യം, ഞാൻ പോയിട്ടുണ്ട് ഒരുപാട്. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കുറേ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നൊക്കെ അവർ എടുത്തെറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് അവൾക്കുള്ള വീട്ടിന് ഓപ്പോസിറ്റുള്ള അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, കാരണം ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. അവരായിട്ട് വിളിച്ചുകൊണ്ട് വന്ന 2 പാർട്ടിക്കാരുണ്ട്, ഞാൻ ചിലവിന് കൊടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവരായിട്ട് വിളിച്ചും കൊണ്ട് 2 പാർട്ടിക്കാരെയൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ പെങ്ങളന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന പറഞ്ഞില്ലേ, ആ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ പാർട്ടിക്കാരിരുന്ന്, ആദ്യം പാർട്ടിക്കാരല്ലേ അവർ വരുമ്പോൾ നമ്മളെ അടുത്ത് കുറച്ച് റൂഡായിട്ടാണ് പെരുമാറിയത്. ഞാൻ എവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ എന്നെ അച്ഛൻ വിളിച്ച് വരുത്തി, ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും അച്ഛനും ഇവരുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പാർട്ടിക്കാരുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ വൈഫിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മ വെളിയിൽ നിൽക്കുന്നേ ഉള്ളൂ, അകത്തോട്ട് കയറുന്നില്ല. അപ്പോൾ പാർട്ടിക്കാർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വന്നപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളടുത്ത് പറഞ്ഞു തന്ന കഥ ഇതൊന്നും അല്ലല്ലോ എന്ന് എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു. മനസ്സിലായോ? അപ്പോൾ കള്ളക്കഥകൾ പറഞ്ഞ് ഞങ്ങളെന്തൊക്കെയോ ഉപദ്രവിച്ച രീതിയിലൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ വന്ന് പാർട്ടിക്കാർ വന്നപ്പോൾ അവർ ഞങ്ങളെ 2 പേരെയും കൂടി ഇരുത്തിയാണ് ചോദിച്ചത്. 2 പേരെ ഇരുത്തി ചോദിക്കുമ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ ഇവരുടെ അമ്മ എന്ത് ചെയ്തു, വെളിയിൽ നിന്നും കൊണ്ട് ബഹളം വെച്ചപ്പോഴും ഇവർക്ക് അങ്ങ് ബഹളം വെക്കുന്ന ഒരു വീക്ക്നെസ്സാണ്. ഇവരവിടെ നിന്നുകൊണ്ട് ബഹളം വെച്ചിന്ന് കേട്ടിട്ട് പാർട്ടിക്കാർ പറഞ്ഞ്, മേലാൽ ഇമാതിരി വൃത്തികെട്ട കാര്യങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ വന്നേക്കരുത്. നിങ്ങളുള്ള പിറപ്പുകളെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ ഇവരുടെ പഴിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇതൊക്കെ പാർട്ടിക്കാരൊക്കെ അറിയാവുന്നതാണ്. അത് അവരുടെ നാട്ടിലെ പാർട്ടിക്കാരാണ്, ഞങ്ങളുടെ നാട്ടിലെ അല്ല. അപ്പോൾ അവർക്കറിയാം അത് ഒരു പാർട്ടിയല്ല 2 പാർട്ടിക്കാർ. രണ്ടാമത് വന്ന പാർട്ടിക്കാർ അത് അതിലേറെ കോമഡിയായിരുന്നു. അവസാനം ആ പാർട്ടിക്കാർ എന്നെ നേരിട്ട് വന്ന് വിളിച്ച് കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, ഇത് നിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക അവസരമാണ്, നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള. അപ്പോൾ അവരായിട്ട് വേണ്ടെന്ന് വെക്കുന്നതാണ്, അങ്ങ് പോയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയില്ല. എൻ്റെ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ട്, ഈ പറയുന്നവർക്കൊക്കെ പറയാം, എൻ്റെ കുഞ്ഞിന് എനിക്ക് വേണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ കുറേ നാൾ ഞാനിതൊക്കെ വിളിച്ചും പറഞ്ഞും ഒക്കെ ചോദിച്ചിട്ട് ഒന്നും ഇവരടുക്കാതൊക്കെ ഇരുന്നതാണ്. പിന്നെയാണ് ഈ അച്ഛനൊക്കെ മരിക്കുന്നത്. അവളച്ഛനും മരിച്ചു, എൻ്റെ അച്ഛനും മരിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ വരാത്തതിനോട് തുടർന്ന് ഞാൻ പിന്നെ വിളിയും നിർത്തി. വിളിക്കുകയെന്ന് വെച്ചാൽ കുഞ്ഞമ്മയെ വിളിച്ച് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നേ, 1-2 വട്ടമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ഇന്ന് വരെ ആരും തിരക്കിയിട്ടേ ഇല്ല. പിന്നെ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് ഇതൊക്കെ ഇത്രയൊക്കെയുള്ളൂ പറയാം. ഇതിനകത്ത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമോ എന്തോ എനിക്കറിയത്തില്ല. ഇതൊന്നും ഇപ്പോൾ വരിയായി എഴുതി വെച്ചിട്ട് കൊണ്ടുവന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഓർമ്മകളുള്ള കാര്യങ്ങളും
പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളൊക്കെ അയച്ച കമൻറ്റുകളെല്ലാം ഞാനിങ്ങനെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. കാരണം ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇത് ഭയങ്കര ലെങ്ത്, എനിക്ക് ഇത്ര ഇരുന്ന് സംസാരിക്കാനും ഒരു മടി. ഇതിലൊരുപാടധികം കമൻറ്റുകളുണ്ട്. കമൻറ്റുകൾ എനിക്ക് തോന്നുന്നു ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ ആകുന്ന രീതിയിലും എല്ലാം ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയും ജീവിതമുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ബന്ധുക്കളുണ്ട് കേട്ടോ എന്നെക്കുറിച്ച് പലതും പറയുന്നത്. അതായത് എൻ്റെ വൈഫും ഞാനുമായിട്ട് വേറെന്തൊക്കെയോ ഇഷ്യൂസ് ആണെന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇത് കേട്ടിട്ടൊക്കെ മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാക്കുക. ഇതിന് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ എൻ്റെ വീട്ടുകാരെ ഇനി ടോർച്ചർ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. കാര്യം അവർക്ക് അങ്ങ് വിഷമമാണ്. ഇനി അമ്മയേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടോ, അമ്മയ്ക്ക് ഒന്നാമത് ഹാർട്ടിനൊക്കെ വയ്യാത്തയാണ്. അപ്പോൾ ശരി, ഇനി ഇതുമായി സംബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇങ്ങനെ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണമെന്ന് കരുതിയിട്ട് ചെയ്ത കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കണമെന്നും കരുതിയതല്ല. പിന്നെ ഇരിക്കട്ടെ, നാളെ ഞാൻ ചത്തുപോയാലും അറിയണ്ടേ എൻ്റെ മോള്. ചത്തുപോകുമല്ലോ, മനുഷ്യരല്ലേ. അപ്പോൾ ശരി.